വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഡോക്ടർ അങ്ങ് പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് അങ്ങ് സംശയം കൂടിക്കൂടി വരികയാണ്. അന്നേരം എന്താ ഡോക്ടർ എന്ന് ശാരദാമ്മ തിരക്കുമ്പോൾ ശാലിനിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയും ശാലിനി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം ഇരട്ട കുട്ടികളാണ് ശാലിനിക്ക് എന്ന് പറയുകയാണ്. വീണ്ടും പ്രസവവേദന തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കായിട്ട് മാത്രം ഒരു കുഞ്ഞോ എന്നിങ്ങനെ ശാലിനി പ്രസവവേദന എടുക്കുന്നുണ്ട്. പക്ഷേ സന്തോഷത്തോടു കൂടി ഡോക്ടറോട് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ ഡോക്ടർ നഴ്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി കുറേ നേരമൊക്കെ ശ്രമിക്കുകയാണ്. അതിനുശേഷം ഒരു പെൺകുഞ്ഞിന് കൂടി ശാലിനി ജന്മം നൽകുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്കും ശാലിനിക്കും ആകെ ആ കുഞ്ഞിനെ നേഴ്സ് ഡോക്ടർ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ആകെ സന്തോഷം തന്നെയാണ്. തുടർന്ന് ചേർത്ത് പിടിക്കണം ശാലിനി, പെൺകുഞ്ഞ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് തല കുലുക്കുകയാണ്. തുടർന്ന് ഡോക്ടർ അതൊക്കെ മാറ്റാനായിട്ട് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ശാരദാമ്മയുടെ കൈ പിടിക്കുകയാണ്. അമ്മ കുറച്ച് മുന്നേ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ ജീവിതം ഇനി എന്താണ് ഇരുട്ടിലേക്കായി പോയില്ലേ എന്നൊക്കെ, അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ എനിക്കൊരു ഉത്തരം കിട്ടിയില്ലേ. ഈ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു ഇത്രയും നേരം. പക്ഷേ ഇവള് വെളിച്ചം നൽകി. അപ്പോൾ ഒരാളല്ല 2 പേര്, ശ്യാമയ്ക്കും രോഹിത്തിനും ഒരു കുഞ്ഞായി, എനിക്കും വിഷ്ണുവേട്ടനും ഒരു കുഞ്ഞായി. ഒരു ഭാഗ്യജാതകങ്ങൾ തന്നെയാണ്. അന്ന് അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ലേ. പക്ഷെ അന്നേരം എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു. ഒന്നല്ല 2 പേര്. എത്ര ജീവിതങ്ങളാണ് ഇവർ വിളക്കി ചേർത്തത്, സങ്കടത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് വരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആകെ സന്തോഷത്തിലാണ്. അന്നേരം സന്തോഷമായില്ലേടി നിനക്ക് എന്ന് പറഞ്ഞ് ശാരദാമ്മയും സന്തോഷത്തിലാണ്. തുടർന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ തന്നെ ഞാനിത് പോയി സത്യാമ്മയോട് പറയട്ടെ എന്നും പറഞ്ഞ് അങ്ങ് നടക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി പെട്ടെന്ന് ശാരദാമ്മയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അന്നേരം ഇപ്പോൾ പറയണ്ട, ഇപ്പോൾ പറഞ്ഞാൽ 100,000 ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയാണ്. അന്നേരം ഇനിയും വൈകിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വൈകിക്കണം എന്നല്ല, ഇപ്പോൾ പറയണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഒന്നാമത് ശ്യാമയുടെ ഗർഭത്തിൽ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ദിവസം ഞാൻ ഇവിടെ തൊട്ടടുത്ത റൂമിൽ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ 100 ചോദ്യങ്ങൾ വരും. എന്ന് ഗർഭിണിയായി, എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, എന്ന് അഡ്മിറ്റായി, എന്തുകൊണ്ട് പറഞ്ഞില്ല, തൊട്ടടുത്ത റൂമിലുണ്ടായിട്ടും ശാരദാമ്മ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് പിന്നീട് പറയാമെന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഓർക്കുന്നുണ്ട്, സത്യഭാമ നേരത്തെ തന്നെ ശാലിനിയുടെ റൂമിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചോദ്യം ചെയ്തതും സുസ്മിത സംശയം പറഞ്ഞതും ഒക്കെ ഓർക്കുമ്പോൾ ശാലിനി പറഞ്ഞത് ശരിയാണെന്ന് ശാരദാമ്മയെ അങ്ങ് തീരുമാനിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ കുഞ്ഞിനെ ശാലിനിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് ശാലിനി തൻ്റെ കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്, മുത്തം കൊടുക്കുകയും അമ്മയുടെ മുത്തേ പൊന്നെ എന്നൊക്കെ വിളിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ എപ്പോൾ പറയാമെന്നാണ് മോളെ പറയുന്നതെന്ന്. അന്നേരം ശ്യാമയെ എന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ശാലിനി തിരക്കുകയാണ്. അന്നേരം ചിലപ്പോൾ നാളെ തന്നെ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ശാരദാമ്മയോട് പറയുകയാണ്, എങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ശ്യാമയും കൊണ്ട് സത്യാമ്മയുടെ വീട്ടിലേക്ക് പൊക്കോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ അവരെല്ലാവരും ആകെ സന്തോഷത്തിലായിരിക്കും. അപ്പോൾ അവിടേക്ക് ഈ മോളെയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ടത്തേക്ക് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ സത്യാമ്മ എല്ലാം ക്ഷമിക്കും. പിന്നെ അപ്പോൾ IAS ട്രെയിനിങ്ങിന് പോണ കാര്യവും അപ്പോൾ പറയാം എന്ന് പറയുകയാണ്. അപ്പോൾ സമ്മതിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് പക്ഷേ ഒരു സന്ദേഹം വരികയാണ്. സമ്മതിച്ചില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ആശ്വസിപ്പിക്കുകയാണ്, സമ്മതിക്കും മോളെ, നീ പറഞ്ഞതുപോലെ ഓരോ ജീവിതത്തിനും വേണ്ടി 2 പ്രകാശ ദീപങ്ങളല്ലേ പിറന്നിരിക്കുന്നത്. ഇന്ന് ഈ ഒരൊറ്റ രാത്രിയോടുകൂടി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും ഇരുട്ടങ്ങ് മാറുകയാണ് എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയും കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും ആകെ സന്തോഷം പ്രകടനങ്ങളാണ് അവിടെ. ഡോക്ടറും അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശാരദാമ്മയും ശാലിനിയുടെ സന്തോഷവും കുഞ്ഞിനെ എടുക്കലും ലാളിക്കലും ഒക്കെ അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി രാഘവൻ നായർ ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. പക്ഷേ രാഘവൻ നായർക്ക് ആകെ ഇങ്ങ് വിഷമമാണ്. ശാലിനി അവിടെ നിന്നും ഇറക്കി വിട്ടതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പിള്ള വരികയാണ്. എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് ശരിയെന്ന് പറയുമ്പോൾ പിള്ള ചോദിക്കുകയാണ്, അതെന്താ സാറിൻ്റെ മുഖത്തൊരു വിഷമം, രോഹിത്ത് മോനും ശ്യാമ മോൾക്കും ഒരു കുഞ്ഞ് പിറന്നല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജ്യോത്സ്യം പറഞ്ഞത് തനിക്ക് ഓർമ്മയില്ലേ, ഒരു കുഞ്ഞ് പിറക്കും, പക്ഷേ മഹാലക്ഷ്മി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞില്ലേ. അന്നേരം അതേത് ലക്ഷ്മിയാന്ന് ഇങ്ങനെ പിള്ള ചോദിക്കുകയാണ്. അത് രാഘവൻ നായർക്ക് ആദ്യം ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ പറയുകയാണ്, കുഞ്ഞ് പിറക്കുമെങ്കിലും നമ്മുടെ ശാലിനിയല്ലേ ഇവിടുത്തെ മഹാലക്ഷ്മി, അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്തത്, പ്രീതിയുടെ കാര്യത്തിലും എല്ലാത്തിലുമൊക്കെ. അപ്പോൾ അവൾ പടിക്ക് പുറത്തായില്ലേന്ന് ചോദിക്കുമ്പോൾ അത് സത്യാമ്മയുടെ പിടിവാശി കൊണ്ടല്ലേ, സത്യാമ്മ ഒന്ന് ക്ഷമിച്ചാൽ അകത്തേക്ക് വരാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാഘവൻ നായരുടെ വിഷമം കണ്ടിട്ട് പിള്ള പറയുകയാണ്, എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം പറയാം, മണ്ടത്തരമാണെങ്കിൽ സാറങ്ങ് ക്ഷമിച്ചേക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ താൻ സാധാരണ മണ്ടത്തരമാണ് പറയാറുള്ളത്, എന്നാലും കേൾക്കട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് പിള്ള
പറയുകയാണ്, നാളെ കുഞ്ഞിനെയും രോഹിത് മോനും എല്ലാവരും കൂടി കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടത്തേക്ക് വരികയല്ലേ. അപ്പോൾ സത്യാമ്മ ആകെ സന്തോഷത്തിലായിരിക്കും, നിലത്തൊന്നും ആയിരിക്കില്ല. അപ്പോൾ പിന്നെ തഞ്ചത്തിൽ ശാലിനി മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം അവതരിപ്പിച്ചാൽ ചിലപ്പോൾ നടക്കും. ഉഗ്രമൂർത്തിയാണെങ്കിലും പ്രസാദിച്ചിരിക്കുമ്പോൾ ഇഷ്ടവരം ചോദിച്ചാൽ തരുമെന്നാണ്. അപ്പോൾ ചിലപ്പോൾ സാധ്യതയുണ്ട്. അർജുൻ മോനും പ്രീതിക്കുഞ്ഞും ശാരദാമ്മയും എല്ലാവരോടും നമ്മുടെ പക്ഷത്തുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ശ്രമിച്ചാൽ നടക്കും. അല്പം പിടിവാശിയല്ലേ ഉള്ളൂ, അത് സത്യാമ്മ വിട്ടു തരുമെന്ന് പറയുകയാണ്. അന്നേരം ആ ഐഡിയ രാഘവൻ നായർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ്. രാഘവൻ നായർക്ക് തലവുലുക്കിയിട്ട് പറയുകയാണ്, സാധാരണ ആ മണ്ടത്തരം തന്നെയാണ് പറയാനുള്ളത്, പക്ഷേ ഈ ഐഡിയ കൊള്ളാം, ഇത് നടക്കൂടോ എന്നും പറഞ്ഞ് രാഘവൻ നായർ ആകെ അങ്ങ് പ്രതീക്ഷയിലാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആകെ സന്തോഷത്തിൽ രാഘവൻ നായർ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് സത്യഭാമയും എല്ലാവരും വരുന്നത് നോക്കി, പിള്ളയും അർജുനും ഒക്കെ ഉണ്ട്. വഴിക്കണ്ണുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരം എടോ പിള്ളേ, അവരെന്താ വരാത്തതെന്ന് പറയുമ്പോൾ വിളിച്ചപ്പോൾ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്, അരമണിക്കൂറിനുള്ളിൽ എത്തും, 35 മിനിറ്റേ ആയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ 5 മിനിറ്റ് താമസിച്ചില്ലേ എന്നും പറഞ്ഞ് രാഘവൻ നായർ കുഞ്ഞിനെ കാണാനുള്ള ആകെ ഒരു ആകാംക്ഷയിലാണ്. അന്നേരം അർജുൻ പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ അങ്ങനെ തിടുക്കം കാണിക്കുന്നത്, അവരിങ്ങോട്ടത്തേക്കല്ലേ വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണ്ടേടാന്ന് പറഞ്ഞ് വീണ്ടും ഗേറ്റിനടുത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് സുസ്മിത വണ്ടിയിൽ വരുന്നുണ്ട്. ഗേറ്റിന്റെ മുമ്പിൽ എത്തുമ്പോൾ വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞിട്ട് റിവേഴ്സ് എടുത്ത് സൈഡ് മാറ്റിയിടാൻ പറയുകയാണ്, വേറൊരു വണ്ടിക്ക് പോകണമെന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിത കാറിലിരുന്ന് അങ്ങോട്ട് ചുറ്റും നിരീക്ഷിക്കുകയാണ്. ഇവിടെ ഇരുന്നാൽ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, പക്ഷെ എന്തോ കള്ളത്തരമുണ്ട്, ഞാൻ കണ്ടുപിടിക്കും, അവർ കുഞ്ഞിനെയും പൊക്കി പിടിച്ചിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി വരികയാണ്. സത്യഭാമയും ശ്യാമയും ശാരദാമ്മയും രോഹിത്തും എല്ലാവരും കൂടി കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. വിഷ്ണുവിൻ്റെ വണ്ടിയിൽ വിഷ്ണു മാത്രമാണ് വരുന്നത്. അന്നേരം വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് രോഹിത്തും സത്യഭാമയും ശാരദാമ്മയും ഒക്കെ ഇറങ്ങുമ്പോൾ രാഘവൻ നായർ ആകാംക്ഷയിലാണ്, അവൾ എവിടെ എന്നൊക്കെ പറഞ്ഞ് എത്തി നോക്കുകയാണ്. തുടർന്ന് പിള്ളയെല്ലാം ആരതി ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമ കാറിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുമ്പോൾ കുഞ്ഞിങ്ങനെ കരയുകയാണ്. അന്നേരം അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നും പറഞ്ഞ് രാഘവൻ നായർ ഇങ്ങനെ കൈയടിച്ച് വിളിക്കുകയാണ്. അന്നേരം രാഘവേട്ട ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് പിള്ളയോട് ആരതി എടുക്കാൻ പറയുകയാണ്. തുടർന്ന് പിള്ള പോയി ആരതി എടുത്തുകൊണ്ട് വരുന്നുണ്ട്, സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് രോഹിത്തിനോടും ശ്യാമയോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് രോഹിത്തിനെയും കുഞ്ഞിനെയും ശ്യാമയും ഇങ്ങനെ ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ്. പക്ഷേ ശാരദാമ്മയുടെ മുഖത്ത് ആകെ ഒരു സങ്കടം തന്നെയാണ്. പക്ഷേ വിഷ്ണു ഒന്നും അറിയാതെ ആകെ സന്തോഷത്തിലാണ്. തുടർന്ന് ശ്യാമ കുഞ്ഞിനെ കൊണ്ടുവന്ന് രാഘവൻ നായരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഉമ്മറത്തേക്ക് കയറുകയാണ്. അന്നേരം ചക്കര മോളി എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരങ്ങ് കുഞ്ഞിനെ അങ്ങ് താലോലിക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം അതെല്ലാവരും നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അർജുനും പിള്ളയും സത്യഭാമയും പിന്നെ ശ്യാമയും വിഷ്ണുവും ശാരദാമ്മയും ഒക്കെ. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ ഗേറ്റിലേക്ക് നോക്കുകയാണ്, ശാലിനി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതേ സമയത്ത് സുസ്മിത ആ കാറിൽ ഗേറ്റിന് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ വണ്ടിയിൽ ഓട്ടോയിലാണ് വരുന്നത്, കുഞ്ഞിനെയും കൊണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ്. തുടർന്ന് അവരെല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട്. രാഘവൻ നായരാണെങ്കിൽ കുഞ്ഞിനെ അങ്ങ് താലോലിക്കുകയാണ്, കുഞ്ഞിനെ ആർക്കും കൊടുക്കുന്നില്ല. അതൊന്ന് ഭാമ ചോദിക്കുകയാണ്, ഇനി ഞാൻ എടുക്കട്ടെ ഇങ്ങോട്ട് തന്നേന്ന് പറയുമ്പോൾ ഇല്ല തരില്ല, ഇത്രയും നേരം നിങ്ങളുടെ കയ്യിലല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന് കാറിലിരുന്നപ്പോൾ ശ്യാമയുടെ കയ്യിൽ കിടന്ന് ഇവൾ ഉറക്കമായിരുന്നു, ഇങ്ങോട്ട് തന്നേന്നൊക്കെ പറയുമ്പോൾ അത് രാഘവൻ നായർ കൊടുക്കുന്നില്ല. തുടർന്ന് ഭാമ ഇങ്ങനെ പിടിച്ചൊക്കെയും കുഞ്ഞിനെ വാങ്ങിച്ച് ഭാമയും കുഞ്ഞിനെ താലോലിക്കുകയാണ്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ അങ്ങ് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. തുടർന്ന് ഞാനൊന്ന് എടുക്കട്ടെ സത്യാമ്മയെന്നും പറഞ്ഞ് അർജുൻ സത്യഭാമയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുകയാണ്. അന്നേരം അത് കാണുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് വെച്ചാൽ രാഘവൻ നായരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ പിണക്കം പോലെയൊക്കെ കാണിക്കുകയാണ്. അന്നേരം എന്നെ അറിയുമോ മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് അങ്ങ് അർജുൻ അങ്ങ് സംസാരിക്കുകയാണ്. ഇതേസമയം ശാരദാമ്മ അങ്ങ് വെള്ളിയിലേക്ക് നോക്കുകയാണ്, ശാലിനി ഇതുവരെയും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതേസമയം ശാലിനി ഓട്ടോയിലിരുന്ന് കുഞ്ഞിനോടങ്ങ് സംസാരിക്കുകയാണ്, നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അച്ഛൻ്റെ വീട് കാണാം, അച്ഛനെ കാണാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ IAS ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയാം, എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ശാലിനി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം സുസ്മിതയാണെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞിട്ട് കാർ ഇവിടെ ഇട്ടിരുന്നാൽ മതി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത ഇറങ്ങി ഗേറ്റ് കടന്ന് അകത്തേക്ക് വരികയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അകത്ത് വന്നിട്ട് സുസ്മിതയാണെങ്കിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കുഞ്ഞിന് പാല് കൊടുക്കാൻ പറയുമോ അങ്ങനെ എന്തൊക്കെയോ. പക്ഷേ ശാലിനി കുഞ്ഞിനെയും കൊണ്ട് എത്തുമോ, അതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.